അങ്ങനെ 17 ഓഗസ്റ്റ് ഇൻഡിപെൻഡൻസ് ഡേ കഴിഞ്ഞ് 2 ദിവസം എത്തിയിരിക്കുകയാണ്. ഗോട്ടിൻ്റെ ട്രെയിലറാണ് ഇന്നത്തെ വിശേഷ സംഭവം. അപ്പം നൻപന്മാരെ കുറേമാർ ട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതെന്തോ മറ്റേ വിജയുടെ ചെറുപ്പത്തിൽ മറ്റേ ആക്ഷനൊക്കെ വെച്ചിട്ടുള്ള വൺ ട്രോളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും കാണുന്നുണ്ടായിരുന്നു. ഇന്നലെ ഒരു മറ്റേ സാധനം കണ്ടായിരുന്നല്ലോ അല്ലേ, ഒരു പോസ്റ്റർ. അപ്പോൾ കുറേ എണ്ണത്തിൻ്റെയൊക്കെ വാടഞ്ഞു പോയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതിൻ്റെയൊക്കെ വാടയ്ക്കാൻ വേണ്ടി നമ്മുടെ വിജയുടെ വിളയാട്ട് കാണാൻ വേണ്ടി ഞാൻ പോവുകയാണ്. ഇനി ഇത് മോശമാണെങ്കിൽ അതേപോലെ തന്നെ കൊളുത്താനും നമുക്ക് കഴിയും. അങ്ങനെ ആവാതിരിക്കട്ടെ. അപ്പോൾ ലെറ്റ്സ് സീ ഗോട്ട് ഒഫീഷ്യൽ ട്രെയിലർ. Guys, this is a new assignment. உங்களை லீட் பண்ண போறது ஒரு புது லீடர். 68 international successful operations, hostage negotiator, field agent, spy. In short, he is a goat of SATS. குழந்தை நல்லா இருக்கு, ஒன்றும் டென்ஷன் ஆகாத. எனக்கு குழந்தைய நினச்சலாம் டென்ஷன் இல்லை, காந்தியை நினச்சி தான் டென்ஷன். இப்போல்லாம் அலோஃபா சுற்றிட்டு இருக்காரு, வீட்டுக்கும் டைமுக்கு வரதில்ல. இனிமே சத்தியமா குடிக்கூடாதுடா. ஏதாவது பொண்ணோட தொடர்பு இருக்கும்னு கொஞ்சம் சந்தேகமா இருக்கு. சில்லி வுமன். അറിവ് കടാ ഉനക്ക്. ഹേ ജയറാമൊക്കെ ഉണ്ടല്ലോ അല്ലേ. ഇത്രയും കണ്ടപ്പോഴുണ്ടല്ലോ നമ്മൾ കണ്ടുപോയ കുറേ സിനിമകളൊക്കെയാണ് മനസ്സിൽ വരുന്നത്. ബാക്കിയും കൂടെ കാണാം. എന്തേലും ഒന്ന് വെങ്കട് പ്രഭു ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും പ്രതീക്ഷ. எல்லா மிஷனுக்கு ஃபேமிலியோட ஹாலிடேக்கு போவானா? அதுவும் பேங்காக்கு குடும்பத்தோட போவானா? நான் அனுபவிச்ச இந்த பெயினை காந்தியும் அனுபவிக்கணும். இல்லப்பா, யார் இன் டேஞ்சர். அந்த പുള്ള വിജയ് ഉണ്ടല്ലോ, ഭയങ്കര ഷോക്ക് കേട്ടോ. അങ്ങേരുടെ ഫേഷ്യൽ പരിപാടികളൊക്കെ പകുതി ആണെന്നാണ് കേട്ടിട്ടുള്ളത്. എങ്ങനെയാണെങ്കിലും പ്രായം കുറച്ചു, ആ മീശയും താടിയൊക്കെ കുറച്ച് സ്റ്റൈലാക്കാൻ വരുന്നടേ. ഒരു മിനിമം സ്റ്റൈൽ. ഒത്തിരി ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, ഒരു ഗോട്ടിയും ബുൾഗാനും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ഒരു സ്റ്റൈൽ വിജയ്ക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ, അതിൽ ഏതെങ്കിലും ഒരു സ്റ്റൈൽ, പഴയ ഏതെങ്കിലും ഒരു സ്റ്റൈൽ. இது வரைக்கும் நிறைய பேர் காந்தி வேஷம் போட்டு பார்த்துருக்கேன். ஆனால் ஃபார் த ஃபர்ஸ்ட் டைம் காந்தியே வேஷம் போட்டு பார்க்குறேன். சென்னையில் ஏதோ ஒரு இடத்துல பாம்பு வைக்க போகிறாங்க. பிரச்சனையை விட்டு நீங்க 2 பேரும் சண்டை போட்டுட்டு இருக்கீங்க. உன்னால முடியல, நான் சொல்லு, நான் போட்டேன். അയ്യോ 3 റോളാ എടേ. മൂന്നാമത്തെ ഫുൾ ആടേ. അയ്യോ അപ്പാന്ന് പറഞ്ഞ് കാണുന്ന ഒരുത്തൻ, വേറൊരുത്തൻ. എടേ മറ്റവനെക്കാട്ടിലും ഷോകാണല്ലോ അവിടെ മൂന്നാമത്തൻ. ഈ ക്ലൈമാക്സിൽ എന്തെങ്കിലും സർപ്രൈസാണ്. അങ്ങനെയൊന്നും നമ്മുടെ ഗോട്ട് നമ്മളെ വിഷമിപ്പിക്കത്തില്ല ട്രെയിലർ. வயசாயிடுச்சு, ஸ்குவாடை விட்டு போய் பல வருஷம் ஆச்சு. எப்படின்னு யோசிக்கிறீங்களா? எவ்வளோ வயசான என்னையா, a lion is always a lion. Do you think you can stop me? Do you think you can stop me? No one can stop me. மருதமலை மாமணியே முருகையா, தேவனின் குலம் காக்கும் வேலையா, ஹையா. I'm waiting. ക്ലൈമാക്സിൽ എന്തെങ്കിലുമൊക്കെ വരും എന്ന് പറഞ്ഞപ്പോൾ മരുതമല്ലി മാമണി മുരുകയെ എന്നടാ പണി വെച്ചിരിക്കേ. വമ്പൻ സാധനമാണെന്നൊക്കെ വിജയ് കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്.
സൂപ്പറാണെന്നൊക്കെയാണ് വിജയ് വെങ്കട്ട് പ്രഭുവിനെ കണ്ടിട്ട് പറഞ്ഞത്. ഈ ട്രെയിലറിലൊന്നും കാണുന്നില്ല. ഉണ്ടായിരുന്ന ഒരു 40% പ്രതീക്ഷ 10നും 5നും ഇടയിലേക്ക് പോയിരിക്കുകയാണ്. സിനിമ കാണുമ്പോൾ പ്രതീക്ഷ ഇല്ലാതെ പോകുന്നതാണ് സത്യം പറഞ്ഞാൽ നല്ലത്. അതാകുമ്പം എന്തെങ്കിലും നമുക്ക് കിട്ടുമ്പോൾ ഉള്ള ഒരു സന്തോഷമുണ്ടാകുമല്ലോ. അമിത പ്രതീക്ഷയിലും നല്ലത് പ്രതീക്ഷയില്ലാതെ പോകുന്നതാണെന്നാണ് നമ്മുടെ മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത്. സോ അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം. നല്ല പടമായിരിക്കും. കണ്ടിടത്തോളം അടി ഇടി വെടി പോക, സ്ഥിരം വിജയാണ് നമ്പറുകൾ. പിന്നെ ലിയോയ്ക്കകത്ത് മാറ്റി വെച്ചിരുന്ന വിഗ് അതേപടി എടുത്ത് പുള്ളി പിന്നെയും വെച്ചിട്ടുണ്ട്. പിന്നെ ചെറുപ്പക്കാരായിട്ടുള്ള 2 മക്കളുണ്ട്. അവരുടെ ആണെങ്കിൽ അതും കോമഡിയാണ്. സത്യം പറഞ്ഞാൽ ആകെ സങ്കടമായിട്ടുണ്ട്. എന്നാൽ അത് മുഖത്ത് കാണിക്കാനും പറ്റത്തില്ല. കൊള്ളാം, നല്ലൊരു ട്രെയിലറായിരുന്നു. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.